നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് വീണ്ടും ലീഗ് നേതാവ് കെ.എം. ഷാജി. TP വധക്കേസ് പ്രതി കുഞ്ഞനന്ദന്റെ മരണം ചൂണ്ടിക്കാട്ടിയാണ് ഷാജി വീണ്ടും രംഗത്ത് വന്നത്. ഫസൽ കേസിലെ കാരായി ചന്ദ്രശേഖരനെയും രാജനെയും പ്രതിയാക്കിയതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ. രാധാകൃഷ്ണനെ പെണ്ണുകേസിൽ കുടുക്കി. ഷുക്കൂർ വധക്കേസിലെ പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു. മൻസൂർ കേസിലെ രണ്ടാമത്തെ പ്രതി രതീഷ് ആത്മഹത്യ ചെയ്തു. TP കേസിൽ പിടിയിലായ കുഞ്ഞനന്ദനും CH അശോകനും മരിച്ചു. കുഞ്ഞനന്ദൻ മരിക്കുമ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇരിക്കുന്ന സ്ഥലത്തെ MLA ആയിരുന്നു താൻ. ജയിലിൽ എങ്ങനെ ഒരാൾക്ക് മാത്രം ഭക്ഷ്യവിഷബാധ ഏൽക്കും? അച്ഛന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ കുഞ്ഞനന്ദന്റെ മകൾക്ക് ധൈര്യമുണ്ടോ എന്നും ഷാജി ചോദിക്കുകയാണ്. കോഴിക്കോട് പാലേരിയിൽ നടന്ന പൊതുയോഗത്തിലായിരുന്നു കെ.എം. ഷാജിയുടെ പ്രസംഗം. TP കൊലക്കേസിൽ CPM നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ എന്നാണ് കെ.എം. ഷാജി നേരത്തെ പറഞ്ഞിരുന്നത്. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കെ.എം. ഷാജി മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിൽ പ്രസംഗിച്ചു. ഫസൽ കൊലക്കേസിലെ 3 പ്രതികളും മൃഗീയമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ആളുകളെ കൊല്ലാൻ വിടും, അവർ കൊലപാതകം നടത്തി തിരിച്ചുവരും. ഇവരിൽ നിന്ന് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെയും കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണെന്നും ഷുക്കൂർ കൊലപാതക കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും കെ.എം. ഷാജി പറയുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാവർക്കും ഒരുമിച്ചാണ് ഭക്ഷണം. കുഞ്ഞനന്ദന്റെ ഭക്ഷണത്തിൽ മാത്രം എങ്ങനെ വിഷം വന്നു? കുഞ്ഞനന്ദൻ ജയിലിൽ നിന്ന് എങ്ങനെ ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നതിൽ മറുപടി പറയണം എന്നാണ് കെ.എം. ഷാജി ആവശ്യപ്പെട്ടത്. നേരത്തെയും സമാനമായ രീതിയിലുള്ള ആക്ഷേപം അല്ലെങ്കിൽ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട കുഞ്ഞനന്ദന്റെ മകൾ തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ കെ.എം. ഷാജിയുടെ ഈ ചോദ്യത്തിന് ഉത്തരം മകൾ പറയുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.